ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പറയുന്നത് ദൈവവചനമാണെങ്കിലും അതിനകത്ത് വ്യാപരിക്കുന്നത് മറ്റൊരാത്മാവാണെങ്കിൽ, ചിലപ്പോൾ ഭക്തിയുടെ വേഷം ധരിച്ചായിരിക്കും വരുന്നത്, ചിലപ്പോൾ പാണ്ഡിത്യത്തിൻ്റെ വേഷം ധരിച്ചായിരിക്കും വരുന്നത്, ചിലപ്പം വശീകരണത്തിൻ്റെ വേഷം ധരിച്ചായിരിക്കും വരുന്നത്. എന്താണേലും മറവിൽ വരുന്നത് കൊണ്ട് അതിനെ തിരിച്ചറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, മത്തായി 6:13, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ, ആമേൻ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, അല്ലെങ്കിൽ നയിക്കരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു, ആമേൻ എന്നാണ് ആ വചനഭാഗം എഴുതി വച്ചിരിക്കുന്നത്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ ആത്മീക അർത്ഥം എന്താണ്? ഈ പരീക്ഷ എന്താണ്? നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് സാധാരണ രീതിയിൽ അറിയാവുന്ന, നമ്മളെ അതിലും ഇതിലും ഒന്നും പാപത്തിൽ വീഴാൻ അനുവദിക്കരുത് എന്നൊക്കെയുള്ള വളരെ ലളിതമായ കാര്യമാണ്. എന്നാൽ പരീക്ഷണം എന്താണെന്നറിയണമെങ്കിൽ ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെ ഒന്ന് വായിച്ചേ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിലെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും തിന്മ വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ? നീ അവൻ്റെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ സമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് സ്പർശിക്കുക, അവൻ നിന്നെ മുഖത്തു നോക്കി ശപിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ നിന്റെ അധീനതയിലിരിക്കുന്നു, അവൻ്റെ മേൽ മാത്രം കൈവയ്ക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടുപോയി. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ സംഭാഷണം തുടങ്ങി വെച്ചത് സാത്താനല്ല, ഈ സംഭാഷണം തുടങ്ങി വെച്ചത് യഹോവയാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യം യഹോവ പറയുന്നത് സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ശ്രദ്ധിച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മ വിട്ടകലുന്നവനുമായി ഭൂമിയിൽ ഒരുത്തനുമില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ വിഷയം തുടങ്ങി വെച്ചത് യഹോവയാണ്. സാത്താൻ ഈ വിഷയത്തിനകത്ത് തലയിട്ടില്ല. സാത്താൻ ഇതിനെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞുമില്ല. കറങ്ങിത്തിരിഞ്ഞ് അവിടെ ചെന്നേ ഉള്ളൂ. ദൈവം ഇത് തുടങ്ങി വെച്ചു. ഇനി അതിൻ്റെ കുഴപ്പം എന്നൊക്കെ ഉണ്ടെന്ന് 13-ന്റെ 1-ാം അധ്യായത്തിൽ തന്നെ 13 മുതൽ 19 വരെ വായിച്ചേ. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി. ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്ന് പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാൾ കൊണ്ട് വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുവൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഭക്ഷിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റുണ്ടായി വീടിൻ്റെ 4 മൂലകളിലും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു. അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിക്കുവാൻ ഞാൻ ഒരുവൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതായത് ആദ്യമേ സാത്താനും യഹോവയും തമ്മിലുള്ള സംസാരം തുടങ്ങി വെച്ചത് യഹോവ. അപ്പോൾ ഇയ്യോബിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇയ്യോബിനെ പരീക്ഷിക്കാൻ ദൈവം സാത്താൻ അനുവാദം കൊടുത്തു. ആ പരീക്ഷണം എന്താണെന്നുള്ളതാണ് പിന്നീട് നമ്മൾ 13 മുതൽ 19 വരെയുള്ള ഭാഗത്ത് കണ്ടത്. സമ്പത്ത് പോയി, മക്കൾ പോയി, സകലതും നഷ്ടപ്പെട്ടു. ഇവനും ഭാര്യയും മാത്രമുണ്ട്. അതിൻ്റെ 2-ാമത്തെ ഭാഗം നോക്കിയേ. 2-ന്റെ 1 മുതൽ 6 വരെ
നമ്മൾ വായിക്കുമ്പം, അത് വായിക്കണ്ട, 2:1 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പം വീണ്ടും ഇവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ആരോഗ്യത്തിലും ശരീരത്തിലും ഒക്കെ തൊട്ടാലാണ് ഒരുത്തനെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു അവൻ്റെ ആരോഗ്യത്തിലും ഒക്കെ തൊട്ടോളാൻ പറഞ്ഞു. അവനെ മാത്രം ഒന്നും ചെയ്യരുത്. അവൻ്റെ ആരോഗ്യത്തെ തൊട്ടു, മേല് മുഴുവൻ വ്രണമായി, ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ഈ പരുവത്തിലായപ്പോൾ അവൻ്റെ ഭാര്യ പറഞ്ഞു, ഈ ദൈവത്തിനെ തള്ളിക്കളഞ്ഞിട്ട് വല്ല വഴിക്കും പോകാൻ പറഞ്ഞു, പോയി ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ടും അങ്ങനെ ദൈവത്തെ ഒന്നും തള്ളിക്കളഞ്ഞില്ല. പക്ഷേ ആ ഒരവസ്ഥയിലേക്ക് ഈ മനുഷ്യൻ വീണു. ഇതാണ് യഥാർത്ഥത്തിൽ പരീക്ഷ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സ്വർഗസ്ഥനായ പിതാവെന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്കകത്ത് യേശു പറഞ്ഞത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന്. ഇത് വിശ്വാസികൾ, ന്യൂജനാണേലും പരമ്പരാഗതമാണേലും, അവർ വാശിക്ക് ഈ പ്രാർത്ഥന അങ്ങോട്ട് ഒഴിവാക്കി. അതിന് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അവർ പറയുന്നത് സംഘടന അല്ലെങ്കിൽ പൗരോഹിത്യ മതങ്ങളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇതിൻ്റെ ബാക്കി പ്രാർത്ഥനകളെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇതിനെ എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള രീതിയിൽ അവരങ്ങ് എതിർത്തു. എല്ലാം യേശു പറയുന്നത് പോലെ, വചനം പറയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അവരെതിർത്തു. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞു, പരീക്ഷ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പൗരോഹിത്യ മതങ്ങളിൽ പോയി നമ്മൾ പാവങ്ങൾ ഏറ്റു പറയുന്നത് പോലെ, വ്യഭിചാരം ചെയ്തു, മോഷ്ടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ, കട്ടു തിന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പരീക്ഷയൊന്നുമല്ല. പരീക്ഷ സാത്താൻ കൊണ്ടുവരേണ്ട പോലെ കൊണ്ടുവന്നാൽ അത് ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ സംഭവിക്കും. ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് ഇത് നമ്മൾ ചിന്തിച്ചാൽ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് പൗരോഹിത്യ മതക്കാരാണ്. ഇത് പ്രാർത്ഥിക്കാത്തത് ആരാന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഈ പെന്തക്കോസ് വിശ്വാസക്കാരും ന്യൂജൻ സഭക്കാരുമാണ്. അതുകൊണ്ട് എന്ത് വേണ്ടി എന്ന് ചോദിച്ചാൽ, ഈ പൗരോഹിത്യ മതങ്ങളിൽപ്പെട്ടവർക്കുള്ള സംരക്ഷണം പോലും ഈ ഇങ്ങേ ഭാഗത്തുള്ളവർക്ക് ഇല്ല. അവരറിയാതെയാണേലും ഇത് ചൊല്ലുന്നു. അവർ പറയുക, അറിയാതെയാണേലും അവർ പറയുക, പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടല്ലോ, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം എന്ന് അവരിതിൻ്റെ മർമ്മം അറിഞ്ഞുകൊണ്ടല്ലേ പോലും അവർ പ്രാർത്ഥിക്കുക. ദിവസം 5, 6, 7 പ്രാവശ്യം 8, 10 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ അറിയാതെ അവർ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവർക്ക് സംരക്ഷണം. ഇതൊരു ശത്രുത വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ഇയ്യോബിന് കൊടുത്തതുപോലെ ഒരു ശോധന കൊടുത്താൽ ഒരു 90% വിശ്വാസികളും പിടിച്ചു നിൽക്കുകയില്ലെന്നുള്ള ഉറപ്പാണ്. ഇതിൻ്റെ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ, പത്രോസിനെ പാറ്റിക്കളയാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കാൻ സാത്താൻ അവസരം ചോദിച്ചതാണ്. പക്ഷേ യേശു അവന് വേണ്ടി അപേക്ഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശു അവന് വേണ്ടി അപേക്ഷിച്ചത് കൊണ്ട് പത്രോസിനെ ചെതറിപ്പോകാതെ പിടിച്ചു നിർത്താൻ പറ്റി. അല്ലെങ്കിലുണ്ടല്ലോ, ഈ നമ്മൾ കണക്കും പ്രകാരം പറഞ്ഞാൽ യൂദ ചെയ്തതിലും വലിയ വൃത്തികേടാ പത്രോസ് ചെയ്തത്. പക്ഷേ പത്രോസിന് പാറ്റിക്കളയാതിരിക്കാൻ ഞാൻ അവന് വേണ്ടി അപേക്ഷിച്ചു എന്ന് യേശു പറഞ്ഞ വചനഭാഗമുണ്ട്. അത് ലൂക്കാ സുവിശേഷത്തിലാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രാർത്ഥന മത്തായി സുവിശേഷം 6:13 വചനം ഉൾക്കൊള്ളുന്ന, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന, മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ അതെന്താ പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ദിനംപ്രതി വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേതല്ലോ, ആമേൻ എന്ന പ്രാർത്ഥന ഞാൻ എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളോടും പറയട്ടെ. നിങ്ങളായിരിക്കുന്ന സംഘടനയോ ന്യൂ ജനറേഷൻ സംഘടനയോ ഇതിന് അനുവദിക്കുന്നില്ലെങ്കിലും, സംഘടനയെ പോയി പ്രാർത്ഥിക്കാൻ അവർ സമ്മതിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ ദൈവത്തോടുള്ള പേഴ്സണൽ പ്രാർത്ഥനകളുടെ സമയത്ത് ദിവസം ഒരു 3, 4, 5 പ്രാവശ്യം, ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒരു 10 പ്രാവശ്യം പലപ്പോഴായിട്ട് പല സമയത്തായിട്ട് ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് നടക്കും. അന്നുള്ള ആഹാരത്തിനൊരു കുറവ് വരികയില്ല. പരീക്ഷയിൽ ദൈവം പോകാൻ അനുവദിക്കുകയില്ല. ആവശ്യമുണ്ടെ ചോദിച്ചോണം. അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിൻ്റെ വചനം അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് യേശു പഠിപ്പിച്ചത് യേശുവിനേക്കാളും വലിയ പുള്ളിയായിട്ട്, യേശുവിനേക്കാളും വലിയ പുള്ളികളാണ് കേരളത്തിലെ നേതാക്കന്മാർ പകുതി മുക്കാലും. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത് വെച്ചോണ്ട് പോയാൽ
എപ്പോഴെങ്കിലും സാത്താനോട് നിങ്ങളുടെ പേര് ദൈവം ഒന്ന് സംസാരിച്ച് എൻ്റെ ദാസനെ നോക്കിക്കുന്നതിനും പറഞ്ഞാൽ അത് പിന്നെ വലിയ പണിയായിട്ട് മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കാതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും കേൾവിക്കാരെയും ഓരോരുത്തരെയും അനുദിനം അങ്ങയോട് ആ പ്രാർത്ഥന ചൊല്ലി ദൈവസന്നിധിയിൽ നിന്ന് ബലം പ്രാപിക്കുവാൻ, സംരക്ഷണം പ്രാപിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.